ഇതിലേതാണോ കിഴക്കേടത്ത് വീട്? കിഴക്ക് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? പടിഞ്ഞാറ് ഏതാ? എന്തിനാ അത്? കിഴക്കിനോട് ചേർന്നല്ലേ പടിഞ്ഞാറ്? എടാ പൊട്ട, കിഴക്കിനെതിരല്ലേ പടിഞ്ഞാറ്? ഈശ്വര, അതിനിടയ്ക്ക് എതിരുമായ അവർ ഉടക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ചുമ്മാ കണ്ടുപിടിക്കാനിപ്പോ സൂര്യൻ നേരെ ഭൂമി. നീ എന്താ കളം വരച്ച് ജയം കളിക്ക? കിഴക്ക് നോക്കിയന്ത്രം. കിഴക്കേടത്ത് കണ്ടുപിടിക്കാൻ കാലം കവച്ച് വെച്ച് ജയം കളിക്കേണ്ട കാര്യമല്ല. അവിടെ ചെന്ന് ചോദിച്ച പോരെ. എന്നാ നീ പോയി ചോദിക്കടാ. എന്നവിടെ നിക്ക്. ഈ വെള്ളക്കഷായത്തിന്റെ കൂട്ട എനിക്ക് കൂടെ ഒന്ന് പറഞ്ഞാടാ. അല്പാൽപ്പം കഴിച്ച് ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. ആ മാധവനാണല്ലേ? ഞാൻ കരുതി ആ കിഴക്കേടത്തെ തടിയ മാരനായിരിക്കും. അയ്യോ ദൈവമേ, ഞാൻ കിഴക്കേടത്താണോ ഇത്രയും നേരം ഇരുന്നത്? ശങ്കരൻ നായരല്ലേ വിളിക്കടോ. ദൈവമേ, ഞാൻ പുസ്തകത്ത് തന്നെയാണല്ലോ. വെക്കുന്ന വെടിയല്ല ഉന്നം തെറ്റുകയാണോ? മക്കളെ, നീ ഉറങ്ങാൻ പോവാണോ? അല്ല, തലകുത്തിക്കാൻ പോവാ. കിടന്നുണ്ടോ? ആ, പുതിയ രീതിയാ. എടാ കുട്ട. എന്തടാ പൊട്ട? എടാ, ആദ്യം ഉടക്കാൻ, പിന്നെ പ്രണയം. ഈ രജനീകാന്ത് പടങ്ങളുടെ രീതി വെച്ച് ഇളയ കാന്താരി നിനക്ക് വിടുമെന്ന് ഉറപ്പാ. കല്യാണം മുടങ്ങി നിൽക്കുന്ന ആ മൂത്ത കാന്താരിയെ എനിക്ക് വീഴ്ത്തണം. അതിനെന്താടാ ഒരു വഴി? നടക്കുമ്പോ ഇടങ്കാലിട്ട് വീഴ്ത്തിയാ മതി, അല്ലെങ്കിൽ പഴത്തുലിട് നടുനലി വീണോളൂ. നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറില്ലേ? അവളെ ഞാൻ എന്റെ സ്വപ്നത്തിലേക്ക് കൊണ്ടുവരട്ടെ. കുട്ടാ, അവള് വരുന്നുണ്ടടാ. ഭ്രാന്തളയ വിത്ത് കളയെ പോലെ. തെണ്ടിത്തരം മാത്രമേ കയ്യിലുള്ളൂവെങ്കിലും ആള് വാരാമാ ചെറ്റയാ. ഈ കല്യാണം മുടക്കാൻ സ്ട്രോങ് ആയിട്ടൊന്ന് നിന്ന് തന്നാ മതിയായിരുന്നു. നിനക്ക് എന്തിന്റെ സുഖേടാ? എടാ, ഞാനൊരു അംബാനിയാവുന്ന നിനക്ക് ഇഷ്ടമല്ല. ഞാൻ എന്ന് നിന്റെ കൂടെ ഇങ്ങനെ ഇംബാനിയായിട്ട് നടക്കാം. ഞാൻ എന്ത് ചെയ്തു? എടാ, പിന്നെ നീ എന്താ ഞങ്ങളുടെ പ്രണയം കണ്ടില്ല എന്നടിക്കുന്നത്? നീ ആരെ സ്നേഹിക്കുന്നു? അത് പറയടാ. ഇവിടുത്തെ ദേവിയെ, കിഴക്കേടത്തെ ചെക്കനുമായി നീ കല്യാണം ഉറപ്പിച്ച ദേവിയെ എനിക്കിഷ്ടമാണ്. നീ ദേവിയെ? അല്ല, അതിന് അവൾക്ക് നിന്നെ ഇഷ്ടായോ? ഇഷ്ടമാണ് എന്നാര് പറഞ്ഞു? ഞാനും പറഞ്ഞു, അവളും പറഞ്ഞു. എടാ, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണും ദേവി, പോയി ചോദിച്ചു നോക്ക്. ഇപ്പൊ അവള് മുകളിലുണ്ട്. ചെന്ന് ചോദിച്ചു നോക്ക്. കോലായിട്ട് നിൽക്കാൻ പോണോ? പോലോ, ഇത് കംപ്ലീറ്റ് ഞാൻ വാടകയ്ക്ക് എടുത്തതാ. ആ കിളവന്റെ സന്തതിക്ക് പോകാൻ. സന്തതിയാ? മറ്റേ പദ്ധതിയില്ല, പദ്ധതി. എന്ത്? എടാ, 70-ാം വയസ്സിലെ 16 അടിയന്തര ചടങ്ങ്. സപ്തതി. ആ, അങ്ങനെ പറയാം. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി. കാശ് നോക്കില്ല. അതെ, എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി വീട് പൂട്ടി താക്കോലായിട്ട് അങ്ങോട്ട് വന്നാ മതി. കള്ളന്മാരെ ശല്യമുള്ള സ്ഥലം. ഓക്കെ. അയ്യോ, എന്റെ അമ്മോ, ചുമ്മാതല്ല കാരണവന്മാര് പറയുന്നത്. ജെട്ടിയിട്ടിട്ടേ പാന്റ് ഇടാവൂന്ന്. ഇനി സിബൂരാൻ നേരത്തെ ഒരു കരച്ചിലുറപ്പ. പുത്തേഴത്തെയും കുടുംബക്കാര് തമ്മില് പണ്ട് നടക്കാതെ പോയ ബന്ധം നിങ്ങളിലൂടെ ഉണ്ടാവട്ടെ എന്ന് കരുതി. പിന്നെ ആനന്ദന് ശ്രീദേവി ഇഷ്ടമാണെന്ന് കൂടി അറിഞ്ഞു. ആ ഇഷ്ടം എനിക്കും കൂടി തോന്നണ്ടേ? ഞാൻ വേറൊരാളുമായിട്ട് ഇഷ്ടത്തിലാണ്. എന്താ പറഞ്ഞേ? ഞാൻ അയാളെ മാത്രമേ വിവാഹം കഴിക്കൂ. ദൈവമേ, ആ പൊട്ടൻ തെറ്റി പറഞ്ഞ സത്യമാണോ? വരണം മിസ്റ്റർ കൃഷ്ണനുണ്ണി. ഇപ്പൊ വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ. എന്റെ ട്രൈ കണ്ട അവള് വീണു. എടാ, അവളുടെ കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇത് വേണോ? വേറൊരുത്തിയെ ട്രൈ ചെയ്താ പോരെ? നീ ട്രൈ ചെയ്യാൻ എടുക്കണല്ലേടാ. എടാ, എന്റെ എല്ലാ ട്രൈയും ഞാൻ അവക്ക് കൊടുത്തു. ഇനി എന്റെ കയ്യിൽ ട്രൈ ഇല്ലടേ. ഈ കല്യാണം നടന്നാൽ എനിക്ക് ശുക്രനാന്നാ കാക്കാത്ത് കൈ നോക്കി പറഞ്ഞത്. എടാ, പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, പല്ലില്ല, കൈയില്ല, കാലില്ല. പക്ഷെ ഈ പറഞ്ഞ സാധനങ്ങൾക്ക് ഇവിടുത്തെ ആണുങ്ങൾക്കുണ്ട്. അവരെങ്ങാനും നീ ഒന്നും പണയണ്ട. എടാ, ഈ കാരണം പറഞ്ഞ് നമ്മൾ തമ്മിൽ ഉടക്കുമെന്നും കാക്കാത്ത എന്നോട് പറഞ്ഞു. ഇന്ന് മുതൽ നമ്മൾ ഇവിടുന്ന് പിരിയുന്നു. എടാ, നീ പോ മോനെ ദിനേശ്. ചുമ്മാ എന്നോട് കളിക്കല്ലേ മോനെ ദിനേശ. ഈ മോഹൻലാലൊക്കെ ഇതെങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. അതെ, ഒരു രഹസ്യം എന്റെ തലയിൽ ഇരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. എന്റെ തലക്ക് വല്ലാത്ത ഭാരം. എന്ത് രഹസ്യം? അത് നീ ആരോടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ പറയാം. ആ, ഇവിടത്തെ കാര്യസ്ഥന്മാരിൽ ഒരുത്തൻ അപ്പുറത്തെ വാരിസാറിന്റെ മകന്റെ മകനാ. വേഷം മാറി വന്ന കോടീശൻ അവൻ. മുന്നിൽ ഒരുങ്ങി നിപ്പുണ്ട്. ഇത്
എന്റെ വീട്ടിൽ കയറി വിഗ്രഹം മോഷിച്ച കള്ള ഞാനല്ല, കണ്ടോ അവനല്ലെന്ന് അതിൽ തന്നെയുണ്ട് കള്ളം. ഞാനാണ്. കണ്ടോ അവൻ സമ്മതിച്ചു അവനാണെന്ന്. മുതലാളി ആള് മാറി. കുത്തേട്ട മുതലാളി ഒരു മീറ്റിംഗ് വന്നേ. എന്തിനാ? മുതലാളിക്ക് ഒരു കാര്യം അറിയോ? എനിക്കൊരു കാര്യം അറിയണ്ട. കിഴക്കെടുത്ത് കയറി കട്ട കള്ള നിന്നെ ഈ മുറ്റത്തും കാല് കുത്തരുത്. എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട ഞാൻ ചിരിക്കാം. ചിരിക്കരുത്. അഥവാ നിന്നെ പോലീസ് പിടിച്ച ഞാൻ ചേട്ടന്റെ പേരും പറയാം. പറയരുത്. എല്ലാം നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനം. നീ എന്താ ഈ കുട്ടിയായിട്ട് ഇവിടെ? ഞങ്ങൾ ഒളിച്ചോടി വന്നവരാ. ഇന്നിവിടെ താമസിച്ച് നല്ലൊരു ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് നാളെ കല്യാണം. ഇവളെയാണോ നീ? അതെ, പിരിയാൻ കഴിയാത്തവണ്ണം ഞങ്ങൾ അടുത്തു പോയി. അല്ലേ മേളൂ? എടാ ഒന്നും കൂടി ആലോചിച്ചിട്ട്. ഞാൻ മലം മുട്ടി നിൽക്കുന്ന ആനയാണ്. എനിക്ക് അവളെ കെട്ടിയേ പറ്റൂ. എനിക്ക് കെട്ടാൻ മുട്ടിയിരിക്കാണ്. എന്നെ തടയരുത്. ഇല്ല, ഇനി ഞാനായിട്ട് തടയുന്നില്ല. നിന്റെ കടുങ്കിട്ട് ഇപ്പൊ തന്നെ നടക്കട്ടെ. രജിസ്ട്രാർ 102 വരൂടാളേ. മരണക്കിണറിലേക്ക് ഈ കൃഷ്ണ വിഗ്രഹം